ശ്രീ പി ചിത്രരഞ്ജൻ, വിവാദം സിപിഎമ്മിനെയും ബാധിക്കുന്ന തരത്തിൽ വളർന്ന ഘട്ടത്തിൽ സിപിഎം നേതൃത്വം ആവശ്യപ്പെട്ടത് പ്രകാരം ഗണേഷ് കുമാർ മധ്യസ്ഥ ചർച്ച നടത്തി എന്നുള്ളതാണ് വിവരം. പകരം ഗണേഷ് കുമാറിന് എന്തു കൊടുക്കും? നിങ്ങളുടെ വിവരം അടിസ്ഥാനരഹിതമാണെന്ന് ആദ്യം തന്നെ പറഞ്ഞല്ലോ. ഗണേഷ് കുമാർ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പിതാവിനെയോ അവരുടെ ബന്ധുക്കളെയോ കാണാൻ പോയിട്ടുണ്ടെങ്കിൽ അത് സിപിഎമ്മിൻ്റെ അച്ചാരം വാങ്ങിക്കൊണ്ടൊന്നുമല്ല. പിന്നെ ഇവിടെ എൻ്റെ സുഹൃത്ത് ശ്രീ ഷുക്കൂർ പറയുന്നത് കേട്ടു, ഈ കേരളസഭ ലോക കേരളസഭ കൂടിയപ്പോൾ അതിനകത്തൊക്കെ കൊണ്ടുവന്നിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചെല്ലാം പറഞ്ഞു അദ്ദേഹത്തിൻ്റെ നേതാവ് രമേശ് ചെന്നിത്തല സജീവമായിട്ട് തീരുന്നവരെ നിൽക്കുകയായിരുന്നല്ലോ. അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ MP ആയിട്ടുള്ള ആൻ്റണി ആയിരുന്നല്ലോ പ്രസിഡീയത്തിലൊരാൾ. കോൺഗ്രസ്സിലെ ഏതാനും നേതാക്കന്മാർ അതിന് ശേഷമൊക്കെ അഭിപ്രായ വ്യത്യാസം പറഞ്ഞായിട്ട് വായിച്ചു. പക്ഷേ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല അടക്കമുള്ളവർ ഇത് ലോകത്തിനാകെ മാതൃകയാണെന്നും ലോകത്തിലെ മലയാളികൾക്ക് ഒരു പുതിയ ബോധം വരികയാണെന്നും ഇത് കേരളത്തിൻ്റെ ഭാവി വളർച്ചയ്ക്ക് വളരെ പ്രയോജനകരമാണെന്നും എല്ലാം തട്ടിവിട്ട് അവിടെ അവരുടെ എല്ലാം കൈയടി വാങ്ങുകയും അതെല്ലാം മാധ്യമങ്ങളോട് പറയുകയും ചെയ്യുന്നത് കേട്ടു. അതിനുശേഷം ഇപ്പോൾ അനുയായികളായിട്ടുള്ളവർ നടന്ന് അതിനെപ്പോലും CPM-നെ വേറെ ഏതോ ലക്ഷ്യത്തോടു കൂടി വേണ്ടി നടത്തിയിട്ടുള്ളതാണ് എന്ന് വരുത്തി തീർക്കാനൊക്കെ നടത്തുന്ന പരിശ്രമമുണ്ടല്ലോ, അതൊക്കെ വളരെ നിലവാരം കുറഞ്ഞതാണെന്ന് മാത്രമാണ് ഞങ്ങൾക്ക് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. ഇവിടെ പിന്നെ ഗണേഷ് കുമാരൻ അല്ല ഞാൻ ചോദിച്ചട്ടെ, അങ്ങനെയാണെങ്കിൽ ഷുക്കൂർ സംസാരിച്ചപ്പോൾ ശ്രുതി എന്താ ഇടപെടാഞ്ഞത്? ഇത് നമ്മുടെ വിഷയം അതല്ല എന്ന് പറയാൻ എന്തുകൊണ്ട് താങ്കൾ തയ്യാറായില്ല? അപ്പോൾ ഷുക്കൂറിന് പറയാനുള്ളതെല്ലാം പറഞ്ഞോട്ടെ, അത് CPM-ന് 4 പറയുകയാണെങ്കിൽ അതങ്ങ് പറഞ്ഞോട്ടെ എന്ന് പറഞ്ഞ് അതിന് സമയം കൊടുക്കുകയും അതിന് ഞാൻ മറുപടി പറഞ്ഞാൽ അത് ഇതിനകത്തുള്ളതല്ല എന്ന് പറയുകയും ചെയ്യുന്നത് ശരിയല്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ബിനോയുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള കാര്യത്തിൽ ഒരു മധ്യസ്ഥനെയും ഞങ്ങൾ വെച്ചിട്ടില്ല. ഞങ്ങൾ ഗണേഷ് കുമാറിനെ മധ്യസ്ഥനാക്കിയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ഭാര്യ പിതാവോ നിങ്ങൾ പറഞ്ഞു വന്നപ്പോൾ ഏതാണ്ട് NSS-ൻ്റെ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞൊരു പുതിയ ചിത്രം എങ്ങനെ കൊടുക്കാൻ കഴിയുമെന്നാണ് നിങ്ങൾ നോക്കുന്നത്. അതെല്ലാം നിങ്ങളുടെ ഊഹാഭോഹങ്ങളാണ്. നിങ്ങൾക്ക് ഓരോ ദിവസക്കാലം നിങ്ങൾ മെനഞ്ഞെടുക്കുന്ന ഈ നുണക്കഥകൾക്ക് നിങ്ങളതിന് എരിവും പുളിയും ചേർക്കാൻ വേണ്ടി പലതും നിങ്ങൾ കൊണ്ടുവരുന്നതാണ്. അതിനപ്പുറത്തേക്കില്ല. ഗണേഷ് കുമാറിനെ ഞങ്ങളാരും ചുമതലപ്പെടുത്തിയിട്ടില്ല. അങ്ങനെ മധ്യസ്ഥന്റെ ആവശ്യമില്ല. നിങ്ങളത് പറഞ്ഞു, നിങ്ങളത് കൊണ്ടുപോവാ. നിങ്ങൾ ഗണേഷ് കുമാർ പോയി ചർച്ച നടത്തിയത് CPM തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിലാണെന്ന് നിങ്ങൾ പുറത്തു കൊണ്ടുവരൂ. നിങ്ങൾ പുറത്തു കൊണ്ടുപോവാ. CPM ചുമതലപ്പെടുത്തിയിട്ടാണ് മോണിത് പുറത്തു കൊണ്ടുവരൂ. അതിനപ്പുറം നിങ്ങളുടെ ഊഹാപോഹങ്ങളാണ് ശരി എന്ന് സമർത്ഥിക്കരുത്. ഞങ്ങൾക്ക് കിട്ടിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണോ ഒരു കാര്യമല്ല, നിങ്ങൾക്ക് കിട്ടിയ വിവരം അടിസ്ഥാനരഹിതമാണെന്നാണ് ഞങ്ങൾ പറയുന്നത്. അത് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ടല്ലോ. നിങ്ങൾ പറയുന്ന വാർത്ത ശരിയല്ല എന്ന് പറയാനുള്ള മൗലികമായ സ്വാതന്ത്ര്യ അവകാശം ഞങ്ങൾക്കുണ്ടല്ലോ. ശ്രീ പി ചിത്രരഞ്ജൻ, രാഹുൽ കൃഷ്ണ ഒരു UAE പൗരനൊപ്പം ഇവിടെ പരാതിയുമായി കേന്ദ്ര നേതൃത്വത്തെ കണ്ടിരുന്നു, കോടിയേരിയെ കണ്ടിരുന്നു. അദ്ദേഹം ഇന്ത്യയിൽ തുടരുകയാണ്. അദ്ദേഹത്തിന് കിട്ടാനുള്ള തുക കിട്ടേണ്ടതുണ്ട്. അദ്ദേഹം പരാതിയുമായി ഈ പണം എങ്ങനെയെങ്കിലും ലഭിക്കാനുള്ള സാഹചര്യം ഒരുക്കണമെന്ന് ആവശ്യപ്പെടുന്നു, അഭ്യർത്ഥിക്കുന്നു. കോടിയേരിയോടും അഭ്യർത്ഥിച്ചു, പണം കിട്ടിയില്ല. അങ്ങനെ വാർത്ത പുറത്തു വരുന്നു. ഇന്നിപ്പോൾ അതിനുശേഷം ഈ കാര്യത്തിൽ ഇനി ഒരു മുന്നോട്ട് പോക്ക് രാഹുൽ കൃഷ്ണ ഈ വിവാദമായി മുന്നോട്ട് പോകരുത് എന്നുള്ളത് കൊണ്ട് CPM ഗണേഷ് കുമാറിനെ ചുമതലപ്പെടുത്തുന്നു, രാഹുൽ കൃഷ്ണയുമായി കൂടിക്കാഴ്ച നടത്തുന്നു. ഈ കൂടിക്കാഴ്ച നടന്നിട്ടില്ല എന്ന് താങ്കൾ പറയുന്നുണ്ടോ? അത് നിഷേധിക്കുന്നുണ്ടോ? ആരുമായിട്ട്? രാഹുൽ കൃഷ്ണയും രാഹുൽ കൃഷ്ണയുമായിട്ടുള്ള കൂടിക്കാഴ്ചയാണല്ലോ നമ്മൾ തുടക്കം മുതൽ പറഞ്ഞത്. രാഹുൽ കൃഷ്ണയും ഗണേഷ് കുമാറുമായി കൂടിക്കാഴ്ച കാണിക്കുന്നതിനകത്ത് CPM-ന് എന്ത് ബന്ധം? ഗണേഷ് കുമാർ CPM-ന്റെ ആരുമല്ല. രാഹുൽ കൃഷ്ണ രാഹുൽ കൃഷ്ണ CPM-ന്റെ ഒരു ഉത്തരവാദിത്തപ്പെട്ട പ്രവർത്തകരൊന്നും അല്ലല്ലോ. ഈ രാജ്യത്ത് CPM-ന്റെ നേതാക്കന്മാരെ കാണാൻ രാഹുൽ കൃഷ്ണ എന്ന് പറയുന്ന വ്യക്തി രാഹുൽ കൃഷ്ണയും ഗണേഷ് കുമാറുമായി ചർച്ച നടത്തിയിട്ടുണ്ടെങ്കിൽ അത് അവർ തമ്മിലുള്ള വ്യക്തിപരമായ കാര്യം. അതിനകത്ത് CPM-നെ വലിച്ചെടുക്കേണ്ട കാര്യമില്ല. രാഹുൽ കൃഷ്ണയും ഗണേഷ് കുമാറുമായി ചർച്ച നടത്തിയിട്ടുണ്ടെങ്കിൽ അവർ തമ്മിലുള്ള ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും. അതിന് CPM-മായിട്ട് ബന്ധമില്ല. നിങ്ങൾ CPM-ന്റെ മധ്യസ്ഥനായിരുന്നു ഗണേഷ് കുമാറിനെ സ്ഥാപിക്കാൻ ശ്രമിക്കുകയല്ലേ? ശ്രീ പി ചിത്രരഞ്ജൻ, ഇവിടെ പരിഹരിച്ചോളും എന്നാണല്ലോ കേന്ദ്ര നേതൃത്വത്തെ സംസ്ഥാന നേതൃത്വം അറിയിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് നിങ്ങൾ പരിഹരിക്കാൻ പോകുന്നത് എന്ന് ആര് പറഞ്ഞു? CPM സംസ്ഥാന നേതൃത്വം കേന്ദ്ര നേതൃത്വത്തോട് പറഞ്ഞു. CPM സംസ്ഥാന നേതൃത്വം കേന്ദ്ര നേതൃത്വത്തോട് അയച്ചതിന്റെ കത്തിന്റെ കോപ്പി ഇവിടെ എല്ലാ വാർത്തയും പുറത്തു വരുന്നത്. ആഴ്ചത്തിന്റെ കോപ്പി വെച്ചിട്ടാണല്ലോ നിങ്ങൾ ഓരോ വിഷയങ്ങളിൽ വാർത്താ സമ്മേളനം നടത്തുന്നത്. ഞങ്ങൾ പരിഹരിച്ചോളാം എന്ന് പറഞ്ഞെന്ന് നിങ്ങൾക്ക് എന്താ തെളിവ്?
നിങ്ങൾക്കെന്താ തെളിവ് ഞങ്ങളിത് പരിഹരിച്ചോളാം? ഞങ്ങളുടെ കേന്ദ്ര നേതൃത്വം എന്താണ് സംസ്ഥാനത്തോട് ചോദിച്ചെന്നും സംസ്ഥാനം എന്താണ് കേന്ദ്രത്തോട് പറഞ്ഞെന്ന് പറയാൻ മാതൃഭൂമിയുടെ ആരാണ് ഞങ്ങളുടെ പാർട്ടി ഓഫീസിനകത്തിരിക്കുന്നത്? ഇതുവരെ വന്ന വാർത്തകളെ മുഴുവൻ നിഷേധിക്കുകയാണ് താങ്കൾ. ഇതുവരെ വന്ന വാർത്തകളെ മുഴുവൻ, ഇന്നലെ ഉണ്ടായ വാർത്താക്കുറിപ്പിനെയും താങ്കൾ നിഷേധിക്കുന്നുണ്ടോ? ഇന്നലെ ചേർന്ന യോഗത്തെയും താങ്കൾ നിഷേധിക്കുന്നുണ്ടോ? ഇന്നലെ മണിക്കൂറുകളോളം യോഗം ചേർന്നോ ഇല്ലയോ? ഇന്നലെ മണിക്കൂറുകളോളം യോഗം ചേർന്നോ ഇല്ലയോ? ഏതിനു വേണ്ടി? സെക്രട്ടേറിയറ്റ് യോഗം ചേർന്നോ ഇല്ലയോ? ഞങ്ങളുടെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് 25-ാം തീയതി നേരത്തെ നിശ്ചയിച്ചതാ. ഏത് വിഷയമാണ് നിങ്ങൾ ചർച്ച ചെയ്തത്? ഓരോ പ്രശ്നം വരുമ്പോ കൂടുന്ന പാർട്ടി കമ്മിറ്റിയാണ്. കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ഇത് ചർച്ച ചെയ്യാനല്ല. നിങ്ങൾക്ക് തെറ്റായ ധാരണയാണ്. ഞങ്ങളുടെ പാർട്ടി സമ്മേളനത്തിന്റെ ഭാഗമായി ജില്ലാ സമ്മേളനം നടക്കുന്നു. എല്ലാ വെള്ളിയാഴ്ചകളും ഞങ്ങളുടെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൂടും. ഈ കണ്ണൂരിലെ പാർട്ടി ജില്ലാ സമ്മേളനം വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിലായതുകൊണ്ട് അതിന് പകരം ഞങ്ങൾ ഇന്നലെ സെക്രട്ടേറിയറ്റ് യോഗം ചേർന്നതാണ്. നിങ്ങൾക്ക് മറുപടിയില്ല. ഇവിടെ ജനത്തിനറിയണം, മാധ്യമങ്ങൾക്കറിയണം, സാമ്പത്തിക പ്രശ്നം എങ്ങനെയാണ് പരിഹരിക്കുന്നത്, ബിനോയിന്റെ സാമ്പത്തിക ഇടപാട് എങ്ങനെയാണ് ഇവിടെ പരിഹരിക്കാൻ പോകുന്നത് ഞങ്ങൾക്ക് അറിയേണ്ടതുണ്ട്. ബിനോയുമായിട്ടുള്ള സാമ്പത്തിക പ്രശ്നം CPM-നെ ബാധിക്കുന്നതല്ല. ബിനോയിക്ക് സാമ്പത്തിക ബാധ്യത അല്ലെങ്കിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് അവർ പരിശോധിച്ചോളും. CPM സംസ്ഥാന സെക്രട്ടറിയുടെ മകന്റെ സാമ്പത്തിക ഇടപാട്, കോടിക്കുരുക്ക്, അതിൽ CPM സംസ്ഥാന പാർട്ടി സെക്രട്ടറിയുടെ മകന്റെ ഒരു വിഷയം നിങ്ങൾ കൊണ്ടുവന്നു. ആ വിഷയത്തെ സംബന്ധിച്ച് ഇന്നലെ നിയമസഭയിൽ തന്നെ പറഞ്ഞില്ലേ, രേഖകൾ ഉദ്ധരിച്ചല്ലേ, അവിടുത്തെ കത്ത് വായിച്ചില്ലേ? നിങ്ങൾ തന്നെ ഇന്നത്തെ പത്രങ്ങളിലെ വാർത്ത തിരിച്ചാണല്ലോ. നാളത്തെ പുതിയ വാർത്ത ചിലപ്പോൾ വരുമായിരിക്കാം. വാർത്ത ഇതാണ്, ഇന്നത്തെ വാർത്ത ഇതാണ്. ഗണേഷ് കുമാർ ചർച്ച നടത്തിയിരിക്കുന്നു. പരിഹാരത്തിന് എല്ലാ തീരുമാനവുമായിരിക്കുന്നു. പണം നൽകും, ആര് നൽകും എന്നുള്ളതാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. ഇതിനൊന്നും താങ്കൾക്ക് മറുപടി? എന്റെ ശ്രുതി, ഞങ്ങൾക്ക് ഗണേഷ് കുമാർ ഞങ്ങളുടെ മധ്യസ്ഥനല്ല. ഇതിനൊരു മധ്യസ്ഥയുടെ ആവശ്യമില്ല. ഇതിൽ CPM-ന് ഒന്നും ഭയപ്പെടാനില്ല. ഇവിടെ ശ്രീ രാധാകൃഷ്ണ മേനോനൊക്കെ പറയുന്നതായിട്ട് CPM-നെ സംബന്ധിച്ചിടത്തോളം ഇത് അവസാനത്തെ കാലമാണ്, ഓടാൻ പോണ്. അതെല്ലാം കാലം തെളിയിച്ചോട്ടെ. പിണറായി വിജയൻ ഇപ്പോൾ അകത്ത് പോകാൻ പോയാണെന്നാണല്ലോ 16 വർഷക്കാലം പറഞ്ഞു കിടന്നത്. എന്തൊക്കെയായിരുന്നു രാജ്യത്ത് പ്രചരിപ്പിച്ചത്? എന്നിട്ട് CPM-ന്റെ സെക്രട്ടറി ആയതുകൊണ്ടാണ് ഒരു മധ്യസ്ഥന്റെ ആവശ്യമില്ല. അത് പാർട്ടിക്ക് തന്നെ പരിഹരിക്കാൻ അറിയാം. അതെങ്ങനെയാണെന്ന് നിങ്ങൾ അറിയേണ്ട കാര്യമില്ല. ഇതാണ് നിങ്ങൾ അറിയേണ്ട കാര്യമില്ല. ശരി, പാർട്ടി പരിഹരിക്കേണ്ട വിഷയം പോലും പാർട്ടിയുമല്ല, കോടിയേരി പരിഹരിക്കും. വ്യക്തിപരമായ പ്രശ്നമാണ്, പ്രശ്നമല്ല. ശരി, കോടിയേരി പരിഹരിക്കും. കോടിയേരി അല്ല, അദ്ദേഹത്തിന്റെ മകനെന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് ബന്ധപ്പെടുന്നു. അതല്ല ഞാനിവിടെ പറഞ്ഞത്. സംബന്ധിച്ച് ഈ വിഷയത്തെ സംബന്ധിച്ച് ഒരു അന്വേഷണത്തിന്റെ ആവശ്യമില്ല. എന്തോ ബിനോയ് കോടിയേരിയുടെ മകനെന്ന് താങ്കൾ പറയുമോ? ഇത്രത്തോളം കാര്യങ്ങളെ അകത്തി മാറ്റുമ്പോഴുള്ള ചോദ്യമാണ്. അദ്ദേഹത്തിന്റെ അമ്മ പറഞ്ഞിട്ടുള്ളത്, ബിനോയുടെ അമ്മ പറഞ്ഞത് അച്ഛൻ കോടിയേരിയാണെന്നാ. ബിനോയുടെ അമ്മ വിനോദിനി ചേച്ചി പറഞ്ഞത് അച്ഛൻ കോടിയേരി ബാലകൃഷ്ണനാണെന്നാ. ശ്രുതിക്ക് വല്ല സംശയമുണ്ടോ? ശ്രീ ഷുക്കൂർ, എനിക്ക് പോകാൻ താല്പര്യമില്ല. ശ്രീ ഷുക്കൂർ, ഇന്ന് വിജയൻ പിള്ള ഇതുമായി ബന്ധപ്പെട്ട ആരോപണ വിധേയനായ ശ്രീജിത്തിന്റെ അച്ഛൻ വിജയൻ പിള്ള MLA, അദ്ദേഹം ഇന്ന് മാധ്യമങ്ങളോട് സംസാരിക്കുകയുണ്ടായി. അദ്ദേഹം മാധ്യമങ്ങളോട് തുറന്നു പറഞ്ഞില്ല, അതായത് ക്യാമറയ്ക്ക് മുന്നിൽ പറഞ്ഞില്ല എങ്കിൽ കൂടെ പറഞ്ഞൊരു കാര്യമാണ്, കോടിയേരിക്ക് കൊടുത്ത പിന്തുണ തനിക്ക് കിട്ടിയിട്ടില്ല. അദ്ദേഹത്തിന്റെ മകനെതിരെ അറസ്റ്റ് വാറണ്ട് ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുകയാണ്. ഒളിവിലാണ് ശ്രീജിത്ത്. കോടിയേരിക്ക് ലഭിച്ച പിന്തുണ തനിക്ക് കിട്ടിയില്ല എന്ന് വിജയൻ പിള്ള പറയുമ്പോൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? കോടിയേരിക്ക് വേണ്ടി ഇവിടെ പ്രവർത്തിക്കാൻ നിരവധി പേരുണ്ടായി, ഓടി നടന്ന് ഈ പ്രശ്നം പരിഹരിക്കാനുള്ള നടപടികൾ ഉണ്ടായി എന്ന് തന്നെയല്ലേ? തീർച്ചയായിട്ടും കോടിയേരി ബാലകൃഷ്ണൻ നമുക്ക് കാണാൻ കഴിയുന്നില്ല. കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് എന്തൊരു അഗ്രസീവായിട്ടാണ് നിയമസഭയ്ക്കകത്ത് ഈ കാര്യങ്ങൾക്ക് മറുപടി പറഞ്ഞതും കാര്യങ്ങൾ കൊണ്ടുപോയതും. എത്രമാത്രം അഗ്രസീവായിട്ടായിരുന്നു. ഇത് തന്നെയായിരുന്നു ചാണ്ടിയുടെ കാര്യത്തിൽ. ഇത് നമ്മൾ ഓരോന്നെടുക്കുക. ഇത് തന്നെയായിരുന്നു നമ്മുടെ ഇരയുടെ കാര്യത്തിൽ. വേറെ കേസൊന്നും ഇല്ല എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാൻ ശ്രമിച്ചത്.
ഞാൻ അതിൻ്റെ ഒന്നും വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. സ്ഥിരമായി നമ്മുടെ മാധ്യമ പ്രവർത്തകരുടെ ആദ്യത്തെ വിഷയം മുതലെടുക്കാമല്ലോ, കോടതിയുടെ അന്ന് മുതൽ തുടങ്ങിയതല്ലേ ഇത് അഗ്രസീവാണ് ചില കാര്യത്തിൽ. പുള്ളി പറയുന്നത് തന്നെ അംഗീകരിച്ചോളൂ. ഇപ്പോൾ ഇവിടെ ശ്രീ ചിത്തരഞ്ജൻ പറയുന്നത് കേട്ടപ്പോൾ ശ്രുതി ഒരു ചോദ്യം ചോദിച്ചു, ഇനി നാളെ CPM കോടിയേരിയുടെ മക്കളല്ല ഇവർ എന്ന് കോടിയേരി നാളെ CPM വേണ്ടി പറയുമല്ലോ, CPM പറയുമോ? CPM ആണ്, എന്തും പറഞ്ഞു കളയും. 51 വെട്ടുവെട്ടി കൊലപ്പെടുത്തിയ നമ്മുടെ TP ചന്ദ്രശേഖരനെ കുറിച്ച് പറഞ്ഞത് എന്തായിരുന്നു? എന്തെല്ലാം അന്വേഷണം നടത്തുമെന്ന് പറഞ്ഞു, അന്വേഷണത്തിൽ ശിക്ഷിക്കുമെന്ന് പറഞ്ഞു. ഇതെല്ലാം ഇതുപോലെ എത്രയോ സംഭവങ്ങൾ, എത്രയോ എണ്ണിയാൽ ഒടുങ്ങില്ലാത്ത സംഭവങ്ങൾ, ഇത്രമാത്രം അസഹിഷ്ണുതയുള്ള, ഇത്രമാത്രം തങ്ങൾ മാത്രമാണ് എല്ലാത്തിനും പോലും പാർട്ടി പ്രത്യേക അന്വേഷണം നടത്തും, പ്രത്യേക കമ്മീഷനെ വെക്കും. പാർട്ടി എന്താണോ കണ്ടുപിടിക്കുന്നത് അതാണ് കണ്ടെത്തൽ, കോടതിയുടെ കണ്ടെത്തലല്ല. അത്ര പോലും ഉണ്ട്. ഈ വിഷയത്തിൽ പാർട്ടി പക്ഷേ അന്വേഷണം നടത്തില്ല. ഈ വിഷയത്തിൽ പാർട്ടി അന്വേഷണം നടത്തില്ല. അതെ 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 അതെ. ഇപ്പൊ ഏതായാലും പിണറായി ഒന്ന് പറയുന്നുണ്ട്, ട്രംപിനെ എതിർക്കാൻ ഉത്തര കൊറിയയാണ് നല്ലത്. ഇതുപോലെയാണ് ഇതപ്പോൾ ഒരു കാലഘട്ടത്തിൽ എന്തായിരുന്നു ഇവർ പറഞ്ഞിരുന്നത്? എന്താണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രത്യയശാസ്ത്രം? അതിനോടുള്ള യോജിപ്പുണ്ട്. ഞാൻ അതിലേക്കൊന്ന് CPM ആയതുകൊണ്ട് സ്വന്തം മക്കളെപ്പോലും തള്ളിപ്പറയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. ഈ മക്കൾ ചെയ്യുന്ന തെറ്റിന്റെ ആ അപരാധം അത് ഏൽക്കാൻ കോടിയേരി ഇപ്പൊ തയ്യാറല്ല. അപ്പോൾ അതാണ് അവസ്ഥ. അതുകൊണ്ട് കോടിയേരിയെ രക്ഷിച്ചാൽ കഴിയൂ. തീർപ്പുണ്ടായത് എന്നുള്ള കാര്യമാണ് അറിയേണ്ടത്. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. മടങ്ങിയെത്താം ചർച്ചയിലേക്ക്. ഇനി 3 മിനിറ്റ് കൂടിയേ ഉള്ളൂ. ശ്രീ രാധാകൃഷ്ണ മേനോൻ, ഇന്ന് വിജയൻ പിള്ള പറഞ്ഞിട്ടുള്ള കാര്യം, ഈ വിവാദങ്ങൾക്ക് പിന്നിൽ ഒരു രാഷ്ട്രീയ ലക്ഷ്യമുണ്ട്. തൻ്റെ മകൻ്റെ ബിസിനസ് എന്താണെന്ന് തനിക്ക് അറിയില്ല, ഇനി അവൻ കുറ്റവാളിയാണെങ്കിൽ അവനെ പോലീസ് അറസ്റ്റ് ചെയ്യട്ടെ എന്നാണ്. ശ്രീജിത്ത് ഇപ്പോൾ ഒളിവിലാണ് താനും. ഇവിടെ കോടിയേരിയുടെ മകനും വിജയൻപിള്ളയുടെ മകനും അടക്കമുള്ളവരൊക്കെ അവിടെ നടത്തുന്ന ബിസിനസ്സുകൾ, ഈ ബിസിനസ്സുകളിൽ ഒക്കെ ഒരുപാട് ദുരൂഹതയുണ്ട്. ഇതേപോലെയുള്ള ആളുകളെ മത്സരരംഗത്തേക്ക് കൊണ്ടുവരുന്ന, ആ മത്സരിപ്പിച്ച് വിജയിപ്പിക്കുന്ന ഒരു അജണ്ട ഇന്ന് പാർട്ടി ഏറ്റെടുത്തിരിക്കുന്നത് തന്നെ. ഇപ്പോൾ ഈ ഒരു വ്യക്തിയല്ലല്ലോ, നമ്മൾ മറ്റ് പല വ്യക്തികളും ഇതേപോലെ CPMൻ്റെ MLA-മാരായിട്ട് ഇപ്പോൾ പാർക്ക് നടത്തുന്നു, അതേപോലെ മറ്റ് വിദേശ പരിപാടികൾ നടത്തുന്നു. അതുമായിട്ടൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇന്നിപ്പോൾ നമ്മുടെ കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. അപ്പോൾ CPMൻ്റെ ആകെയുള്ള അപജയത്തിൻ്റെ ഒരു വ്യക്തത ഇന്ന് സമൂഹത്തിൽ വരുന്നു. അതുകൊണ്ടാണ് അവരിപ്പം കോടിയേരിയുടെ മകനുമായിട്ട് CPMന് ബന്ധമില്ല എന്ന് നാണം കെട്ട രീതിയിൽ, അതുപോലെ തന്നെയാണ് ഇപ്പോൾ പറയുന്നത് ഗണേശനുമായിട്ട് ബന്ധമില്ല. കാരണം ഇവർക്ക് ബന്ധമില്ല എന്ന് പറയുന്നത് കൊണ്ട് ഈ ഒരു ആനുകൂല്യം ഉപയോഗിച്ചുകൊണ്ട്, അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച, ഇപ്പോൾ കോവളം കൊട്ടാരൻ രവിപിള്ളക്ക് എഴുതി കൊടുക്കാൻ പാർട്ടി ഒത്താശ ചെയ്യുമ്പോൾ ആ നിലവാരത്തിലുള്ള കാര്യങ്ങൾ ഈ സംസ്ഥാനത്തുടനീളം ഒരുപാട് കാര്യങ്ങൾ നടക്കുമ്പോൾ ആ നിലയിലുള്ള കാര്യങ്ങളുടെ റിസൾട്ട് എന്നുള്ള നിലയിൽ അതിൻ്റെയൊക്കെ ഗുണഫലം മേടിക്കുന്ന പ്രസ്ഥാനമായി CPM അധപ്പതിച്ചിരിക്കുന്നു. ആ പാർട്ടിയുടെ ഒരു നേതാവിൻ്റെ അല്ല, ഒട്ടേറെ നേതാക്കന്മാരുടെ മക്കൾ. നേരത്തെ ഇവിടെ നമ്മുടെ ചർച്ചയിൽ കോൺഗ്രസിൻ്റെ ചില ആളുകളൊക്കെ ഇന്നത്തെ ഈ സമ്മേളനത്തിൽ MLA-മാർ നിയമസഭയിൽ വെച്ച് നടത്തിയ മലയാള സമ്മേളനത്തിൽ പങ്കെടുത്തതിനെ കുറിച്ചിട്ട് ചിത്രജനം ചോദിക്കുന്നത് കേട്ടു. ഏതായാലും രാഷ്ട്രീയ നേതാക്കന്മാരുടെ മക്കൾ അല്ലെങ്കിൽ ബന്ധുക്കൾ വിദേശത്ത് പോയിട്ട് കമ്പനി നടത്തുകയും ആ കമ്പനിയുമായി ബന്ധപ്പെട്ട് വരുമാനമുണ്ടാക്കുകയും ചെയ്യുമ്പോൾ അത് സുതാര്യമായി ഈ നാട്ടിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്താൻ ഏത് നേതാവിനായാലും ബാധ്യതയുണ്ട് എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. തീർച്ചയായിട്ടും ആ നിലയിലുള്ള ബിസിനസ് ഇവിടുത്തെ കണ്ണൂർ സമ്മേളനം തുടങ്ങിയാണ്. നാളെ സമ്മേളനത്തിൽ ഈ ഒരു വിഷയം ഉയർന്നു വരില്ല എന്ന് താങ്കൾക്ക് ഉറപ്പിച്ചു പറയാനാകും? ഞങ്ങൾ ജനങ്ങളുടെ പാർട്ടിയല്ലേ, മനുഷ്യൻ്റെ പാർട്ടിയല്ലേ. ആ പാർട്ടി സമ്മേളനങ്ങളിൽ എല്ലാ തരത്തിലുള്ള വിഷയങ്ങളും ഞങ്ങൾ ചർച്ച ചെയ്യപ്പെടും. പക്ഷെ ഞങ്ങൾ പാർട്ടി സമ്മേളനം കൂടുന്നത് ഇതിനു വേണ്ടി അല്ല. ഞങ്ങളുടെ പാർട്ടി സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകന്മാർക്ക് കഴിഞ്ഞ 3 വർഷക്കാലം ഞങ്ങളുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുകൊണ്ടുള്ള പ്രവർത്തന റിപ്പോർട്ടിന്മേലാണ് ഞങ്ങൾ ചർച്ച ചെയ്തത്.
ആ ചർച്ചയുടെ കൂട്ടത്തിൽ തന്നെ വർത്തമാനകാലത്തുണ്ടാകുന്ന ഏതെങ്കിലും പുതിയ രാഷ്ട്രീയ പ്രശ്നങ്ങളോ ശരി, സംഭവങ്ങളോ ഉണ്ടെങ്കിൽ അതേക്കുറിച്ച് ചർച്ച ചെയ്യാം. ഈ ചർച്ചയിൽ ഈ ഒരു അതിനെല്ലാമുള്ള കാര്യമെങ്കിലും താങ്കൾ സ്വാതന്ത്ര്യമുണ്ട്. സമ്മതിച്ചതിൽ സന്തോഷമുണ്ട്. ഞങ്ങൾക്കുള്ളതുപോലെ സ്വാതന്ത്ര്യം ഈ പാർട്ടി നിലയിലേക്ക് വേറെ സമ്മേളനത്തിൽ ഈ ഏത് വിഷയം പാർട്ടിയിലാണ് ഉള്ളത്? ചർച്ചയാകുമെന്ന കാര്യമെങ്കിലും താങ്കൾ സമ്മതിച്ചതിൽ സന്തോഷമുണ്ട്. സമയം അവസാനിക്കുകയാണ്. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി.